നമുക്ക് ഉറക്കം വരും, ചിലപ്പോ മടി വരും, ഇബിലീസ് പറയും ഇജ്ജ് കേക്കണ്ടെന്ന് പറയും ചിലപ്പോ. അപ്പൊ ആ ഇബിലീസിനെ തോൽപ്പിക്കുക. അതിനെന്താ മാർഗം? അതിന് കണ്ണിങ്ങനെ തുറന്നിട്ട് മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങളെ ശരിക്കും മനസ്സിലിങ്ങനെ ഹാജരാക്കുക. ആ ചുവന്ന മുഖം, ആ നോട്ടം, ആ കണ്ണ്. തങ്ങളെ പാപ്പാന്റെ വീട്ടിലുണ്ട് ഒരു ഫോട്ടോ കണ്ടങ്ങള്. ഈ തങ്ങളാപ്പാന്റെ യഹ്യ തങ്ങളാപ്പാന്റെ ആ സിറ്റ് ഔട്ടിൽ കയറിയപ്പോ കണ്ടില്ലേ CM-ന്റെ ഇങ്ങനെ ഫോട്ടോ കിടക്കുന്നേ. അപ്പൊ എന്നോട് യഹ്യ തങ്ങൾ പറഞ്ഞു, മൂപ്പരെ കണ്ണുക്കോ നോക്കിയായിരുന്നു. ആ കണ്ണുക്ക് തുറന്ന കണ്ണില്ലേ, കണ്ണിന്റെ മണി ഇളകുന്നുണ്ട് കാരണം. തങ്ങൾ പറയാ കണ്ണിന്റെ മണി ഇളകുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കുമ്പോ കണ്ണിന്റെ മണി ഇങ്ങനെ ഇളകണമായി തോന്നുന്നുണ്ട്. നമ്മൾ ശരിയാ, ഫോട്ടോ ആണ്, നമ്മളെ ഫോട്ടോത്തിന് ജീവൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ നേരം നോക്കുമ്പോ മടവൂരിന്റെ കണ്ണ് ഇങ്ങനെ ഇളകുക. നല്ല താടിയൊക്കെ വടിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് ഇങ്ങനെ കിടക്കണ ആളായിരുന്നു. അല്ലോ, കണ്ടോലൊക്കെ പലരും പറഞ്ഞില്ലേ, ഞാൻ പലവട്ടം കണ്ടതാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇയാളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? കണ്ണിന്റെ മണി, കൃഷ്ണമണി ആയിക്കോട്ടെ, അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. അത് ആ മഹാന്റെ ബർക്കത്തും പവറും ഒന്നും അല്ല എന്റെ മുനീർ ബാക്കവിയെ. അത് ആ ചിത്രം വരച്ച, അത് വരച്ച ചിത്രമാണ്. ആ ചിത്രം വരച്ച ആളുടെ കഴിവാണ്. അതവിടെ നിൽക്കട്ടെ. അത് കറാമത്താണ്, അത് മറ്റേതാണെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് കുട്ടപ്പനായിട്ട് കിടക്കുകയെന്ന്. എന്താപ്പത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ താടി വളർത്തുന്ന്. അപ്പൊ ഇവര് പറയാണ് ക്ലീൻ ഷേവ് ചെയ്ത ഞങ്ങളെ ഔലിയക്കാക്കാന്ന്. അതോടെ നിൽക്കട്ടെ. മറ്റൊന്ന് പറഞ്ഞത് എന്താണ്? ഉറക്കം വരാതിരിക്കാൻ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഓറെ ഹാളിറാക്കുക. എവിടേക്ക് ഹാളിറാക്കുക? മരിച്ച മണ്ണിന്റെ അടിയിൽ പോയി കിടക്കുന്ന ആളെ ഹാളിറാക്കാനാ പറഞ്ഞത്. ഓലെ ഹാളിറാക്കിയാൽ ഓലിക്ക് എന്താണ് ഈ ഉറങ്ങണോനെയും ഉറങ്ങാത്തോനെയൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? ഇതുപോലെയുള്ള കറാമത്തുകളൊക്കെ പറഞ്ഞിട്ട് ആ ആളുകളെ ഇതുപോലെ പോരിശയാക്കി കൊണ്ടു നടക്കുന്നത് ഇപ്പോ നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയും. കുറത്തങ്ങളുടെ ജാറം പൊങ്ങിക്കഴിഞ്ഞു. അവിടെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള തൊട്ടുമുത്തലും വെള്ളം ഒഴിക്കലും വെള്ളം കുടിച്ചലും വെള്ളം ഊതലും ഒക്കെ ഇപ്പൊ നടന്നു കഴിഞ്ഞു. മരിച്ചു കിടക്കുന്ന കൂറത്തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഈ മനുഷ്യരെല്ലാം ആ മനുഷ്യന് വേണ്ടിയിട്ട് ദുആ ചെയ്തപ്പോ, അയാൾ മണ്ണിന്റെ അടിയിൽ എത്തിയപ്പോ ഇവര് ഈ മനുഷ്യനോട്, കൂറത്തങ്ങളോട് ദുആ ചെയ്യൽ തുടങ്ങി. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തവർ പോലും ഇപ്പൊ ആ മയ്യത്ത് മണ്ണിന്റെ അടിയിൽ എത്തിയപ്പോ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോയുടെ ശകലമുണ്ട്, നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് നമ്മളെ തൊട്ട് മറങ്ങുന്നേ അർത്ഥമുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടുള്ള ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് എന്താണ് പോയെന്നേ അർത്ഥമുള്ളൂ. എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ എന്താണ് മരണമില്ല. അത് ഞാനും നിങ്ങളും എന്താണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, എനിക്കും നിങ്ങൾക്കുമാണ് എന്താണ് മരണം. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് മറ്റൊരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് മറങ്ങുന്നേ അർത്ഥമുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് വഫാത്തായിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഏത് ഉമ്മാന്റെ അല്ലെങ്കിൽ ഏത് ബാപ്പാന്റെ മകനാണോ വന്ന്, അല്ലെങ്കിൽ ഏത് ഉമ്മാന്റെ മകനാണോ വന്ന് എന്നുള്ളതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ അവിടെ എന്താണ് ആ ജസദ് തന്നെ, അല്ലെങ്കിൽ ആ പള്ളി തന്നെ ആ ജസദ് അടക്കം എന്താണ് അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ കാണിക്കപ്പെടുമെന്ന അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ് ഈ പച്ചക്കളവ് പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹുവിന്റെ നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുന്നതായി ഞാൻ കേട്ടു, നിങ്ങൾ എന്റെ പേരിൽ കള്ളം പറയരുത്. വല്ലവനും എന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല എന്നാണ് ഈ തങ്ങൾ പറഞ്ഞത്. ഈ തങ്ങൾക്ക് ആര് ഇത് പറഞ്ഞു കൊടുത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നുള്ളത് സച്ചരിതരായ സ്വഹാബത്തെ കിറാമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നത് റസൂലുള്ളാഹിയിൽ നിന്ന് ദീൻ പഠിച്ച ആദ്യ ബാച്ച് വിദ്യാർത്ഥികളായ സച്ചരിതരായ സ്വഹാബത്തിന്റെ ഇടയിൽ കിടന്നാണ്. അപ്പോ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ പറഞ്ഞിട്ട് ഇവര് മരിക്കുമ്പോ ഇവരുടെ ജാറം മറ്റു ജാറത്തിനേക്കാൾ 1.5 പൊങ്ങണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളം പറയുന്നത്. ഇനി ഇവര് ഇതിന് മറുപടി പറയുക, അല്ലെങ്കിൽ ഇത് തിരുത്തി പറയുക. മരിച്ചു എന്ന് പറയാൻ പറ്റില്ല, മരിച്ച പോലെന്ന് പറയാൻ പറ്റുള്ളൂ. വഫാത്തായി, വഫാത്തുൻ നബി അല്ലേ? അപ്പോ അത് കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല. നബിദിനൊക്കെ വരുന്നുണ്ട്, ആ സമയത്ത് ആ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇൻഷാ അല്ലാഹ് വന്നുകൊണ്ടിരിക്കും. ഇനി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അറിയോ നിങ്ങൾക്ക്? ഇതൊന്ന് കേട്ടാല് അതിനൊരു തീരുമാനം പെട്ടെന്നാവും എന്നുള്ളതാണ്. നമുക്കന്ന് കേട്ടിട്ട് വരാം. ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. ആ റബ്ബേ നമ്മുടെ എല്ലാം കാണുകയുള്ളൂ.
മറ്റൊരാൾക്കും നമ്മുടെ എല്ലാം കാണാനും കേൾക്കാനും കഴിയൂല. ജീവിച്ചിരിക്കുന്നവർ ഔലിയക്ക് വരെ അതിന് കഴിയോ, പിന്നെ എങ്ങനെ മരിച്ചാ കഴിയാം? നിങ്ങൾ ചോദിച്ചു നോക്കി മുസ്ലിയാക്കന്മാരോട്, പല സ്ഥലങ്ങളിലും വന്ന് ജനങ്ങളോട് മഹാന്മാരെ വിളിച്ച് തേടിക്കോ എന്ന് പറയുന്ന ആളുകളോടൊന്ന് ചോദിക്കേ. അല്ല മുസ്ലിയാരെ, നിങ്ങൾ പറയുന്നു ഔലിയ മരിച്ചാൽ ഇപ്പൊ നമ്മൾ വിളിച്ചാ കേൾക്കുമെന്ന്. എന്നാ പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയയുടെ പേര് പറയാമോ? ഉസ്താദിനോട് ചോദിക്കേ. അപ്പൊ ഉസ്താദ് ഒരു മൗലിയരെ ഒരു ഔലിയയുടെ പേര് പറയുമ്പോ ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് വിളിക്കണം, ഔലിയ പാപ്പാ രക്ഷിക്കണേ. എന്നിട്ട് മൗലിയരോട് ചോദിക്കണം, ഇതിപ്പോ ഔലിയ കേട്ടോ, ആ ഔലിയപ്പത് കേട്ടോ, അയാളിപ്പോ നമ്മളെ സഹായിക്കോ, അയാളിപ്പോ നമ്മളെ രക്ഷിക്കോ? ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ ഉള്ളാൾ തങ്ങളുടെ മോൻ എന്ന് പറയുന്ന ഇപ്പോഴുള്ള കൂറത്തങ്ങളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് പറയണേ, തങ്ങൾ പാപ്പാ, ഞാൻ നിങ്ങളെ ഇന്നലെ എത്ര തവണയാ വിളിച്ചത്? എന്റെ കാറിന്റെ ടയർ പൊട്ടി ഞാൻ മരുഭൂമിയിൽ പ്രയാസപ്പെട്ടപ്പോ ഞാൻ നിങ്ങളെ ഇന്നലെ എത്ര തവണ വിളിച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ. തങ്ങൾ സാധാരണ മറുപടി പറയാം. മൂപ്പര് ചിന്തിച്ചില്ല ഈ ചോദ്യത്തിന്റെ കുടുക്ക്, മൂപ്പര് ആലോചിച്ചില്ല. പെട്ടെന്ന് പറഞ്ഞ, മോനെ നീ എപ്പോ വിളിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളെ എത്ര തവണ വിളിച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ. എന്നാ ഫോൺ ഓഫായിട്ടോ സൈലന്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. ഫോണിൽ വിളിച്ചത് വരെ ഔലിയപ്പാപ്പ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മരിച്ചാല് നിങ്ങളെ ദർഗയിലും അല്ലാത്തവിടത്തും നിന്നിട്ട് തങ്ങളെ രക്ഷിക്കണേന്ന് ഇടങ്ങേറ് വരുമ്പോ വിളിച്ചാൽ നിങ്ങൾ കേൾക്കുമല്ലേ? ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് ഈ കണ്ണും കാതും ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളത് കേൾക്കൂലല്ലേ? എന്തിനാ ഇങ്ങനെ ഈ രൂപത്തിൽ ആളുകളെ പഴപ്പിക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, നീ പഴച്ചോനാടാന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇതാണ് ഇന്നത്തെ ഔലിയ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ. ചിന്തിക്കാനാ പറയുന്നത്. നമ്മളെ രക്ഷിക്കാനും നമ്മുടെ വിളി കേൾക്കാനും നമുക്ക് ഉത്തരം നൽകാനും ഏകനായ റബ്ബേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിക്കാനും നമ്മുടെ വിളി കേൾക്കാനും നമുക്ക് ഉത്തരം നൽകാനും ഏകനായ റബ്ബേ ഉള്ളൂ. പ്രിയമുള്ളവരെ, മനസ്സിലാവുന്നുണ്ടല്ലോ സഹോദരന്മാരെ? ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. അവരുടെ സംഘടനയോ അവരുടെ വിഭാഗമോ നോക്കിയിട്ടല്ല, അവരെന്ത് പറയുന്നു, എന്തടിസ്ഥാനമാക്കി പറയുന്നു എന്നുള്ളതാണ് ഇത് കേൾക്കുവാൻ നാം മാനദണ്ഡമാക്കേണ്ടത് എന്നുള്ളതാണ്. വടകര ഓറെ അവരെങ്ങണ്ട ഹാജരാക്കി കഴിഞ്ഞാൽ ഉറങ്ങാതിരിക്കാം എന്ന് പറയുന്ന മുനീർ ബാക്കവിയുടെ ഇതുപോലെയുള്ള പോയത്തങ്ങള് ഓറെ എങ്ങനെയാണ് ഹാലിറാക്കല് എന്ന് ചോദിച്ചാൽ ഓല് പറയും, ഹാലിറു ഇവിടെ വന്നിരിക്കും, ഹാലിറു എന്ന് പറഞ്ഞ ഓല് ഇവിടെ വന്നിരിക്കുന്നതാണ്. ആര്? മരിച്ചുപോയ ആൾക്കാരെ. വല്ലാത്ത ആദ്യം. ഇനിയിപ്പോ പോട്ടെ, ഓലോട് വന്നിരുന്നു നിൽക്കുക, ഉറങ്ങണോനിപ്പോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഏതെങ്കിലും മയ്യത്ത് കബർന്ന് നീച്ചു വന്നിട്ട് നമ്മളെ തല ചൊറിഞ്ഞു തരുമോ? നീച്ചേ എന്ന് പറയും. ഇല്ലേ, വെറുതെ അറിയണേ. അപ്പൊ കബറിന്ന് നീച്ചു വരൂല എന്ന് മാത്രമല്ല, പിന്നെ ആ നീച്ചു വരാൻ കഴിയാത്ത സാധനം പിന്നെ എങ്ങനെ വന്നിട്ട് ഇവരെ തട്ടി വിളിക്കുന്ന അല്ലെങ്കിൽ കണ്ണു കയറിയിരിക്കുന്ന നോണ പറയണൊരു അതിര് വേണ്ടേ മുനീറെ? അല്ലേ? വല്ലാത്ത ജാതി തള്ളായി പോയി. ഇൻഷാ അല്ലാഹ് കൂടുതൽ പറയുന്നില്ല. വീഡിയോ അതിന്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.